രാജ്ഭവനിലെ കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്ര വിവാദത്തിൽ ഇടഞ്ഞ് ഗവർണറും സർക്കാരും. RSS ചിത്രത്തിനു മുന്നിൽ കുമ്പിട്ട് നിൽക്കാൻ സർക്കാർ എത്തുമെന്നത് ഗവർണറുടെ വ്യാമോഹമെന്ന് മന്ത്രി പി പ്രസാദ് പ്രതികരിച്ചു. സർക്കാരിന്റെ നീക്കങ്ങളിൽ രാജ്ഭവന് കടുത്ത അതൃപ്തിയുണ്ട്. ആരിഫ് മുഹമ്മദ് ഖാന് പിന്നാലെ രാജേന്ദ്ര ആർലേക്കർ ഗവർണറായി വന്നപ്പോൾ സർക്കാർ ഗവർണർ പോരിന് അയവുണ്ടാകുമെന്നായിരുന്നു വിലയിരുത്തലുകൾ. എന്നാൽ RSS സൈദ്ധാന്തികൻ എസ് ഗുരുമൂർത്തിയെ രാജ്ഭവനിലെത്തിച്ച് പ്രഭാഷണം നടത്തിയതോടെ സർക്കാർ അതൃപ്തി പ്രകടിപ്പിച്ചു. പിന്നാലെയാണ് കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തണമെന്ന ഗവർണറുടെ നിർബന്ധത്തിൽ കൃഷിവകുപ്പ് രാജ്ഭവനിൽ നടത്താനിരുന്ന പരിസ്ഥിതിദിന പരിപാടി റദ്ദാക്കി സർക്കാർ നിലപാട് കടുപ്പിച്ചത്. രാജ്ഭവനിലെ പരിപാടി ബഹിഷ്കരിക്കാനുള്ള കൃഷിമന്ത്രിയുടെ നിലപാടിനെ ഇന്നലത്തെ മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി തന്നെ അഭിനന്ദിച്ചിരുന്നു. ഗവർണർ നടപ്പാക്കാൻ ശ്രമിച്ചത് സംഘപരിവാർ അജണ്ടയെന്ന് മന്ത്രി പി പ്രസാദ് ഇന്നും വിമർശിച്ചു. ദേശീയ പതാക ഇല്ലാത്തൊരു ഭാരതാംബ RSSന്റെ ചിത്രമാണ്. RSS ചിത്രത്തിന് മുമ്പിൽ കുമ്പിട്ടാരാധിക്കാൻ ഞങ്ങളെ കിട്ടുമെന്നുള്ളത് ഗവർണറുടെ തെറ്റിദ്ധാരണയും വ്യാമോഹവും മാത്രമാണ്. ചൂണ്ടിക്കാണിച്ചപ്പോഴും അത് മാറ്റുകയില്ല എന്ന് അദ്ദേഹം നിലപാടെടുക്കുമ്പോൾ അദ്ദേഹം അറിയാതെ അല്ലല്ലോ, അദ്ദേഹം അറിഞ്ഞുകൊണ്ട് തന്നെയാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ പ്രശ്നം RSS ചിത്രം ഭാരതാംബ എന്ന പേരിൽ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നു, സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. അത് കേരള ഗവൺമെൻറ് അംഗീകരിക്കുകയില്ല, കേരളം അംഗീകരിക്കില്ല. ഗവർണറുടെ നിലപാടിൽ വിട്ടുവീഴ്ച വേണ്ടെന്നാണ് നിലവിൽ സർക്കാരിന്റെയും LDFന്റെയും തീരുമാനം. ബഹുമാനപ്പെട്ട ഗവർണർ കാര്യങ്ങൾ അറിയാവുന്ന ഗവർണർ എന്നുള്ള നിലയിൽ അതിൽ പറ്റിയ തെറ്റ് തിരുത്തുന്നതിന് പകരം കേരളത്തെ ആകെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രസ്താവന ഒട്ടും ജനാധിപത്യ മര്യാദയ്ക്ക് യോജിച്ചതല്ല. അത് അദ്ദേഹം അതിൽ നിന്ന് പിന്മാറുന്നതായിരിക്കും നല്ലത്. കേന്ദ്ര സർക്കാർ ഗവർണർമാരെ ഉപയോഗിച്ചും മറ്റ് അധികാരം ഉപയോഗിച്ചും തങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും മറ്റ് ജനാധിപത്യ മതനിരപേക്ഷ മൂല്യങ്ങളെ തകർക്കാനും ശ്രമം നടത്തുന്നുണ്ട്. അത് ശരിയായി തുറന്നുകാട്ടുകയാണ് പ്രസാദ് ചെയ്തിട്ടുള്ളത്. മതനിരപേക്ഷ കേരളം അതിനെ പിന്തുണയ്ക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സർക്കാർ രാജ്ഭവനിൽ നിന്നും പരിപാടി മാറ്റിയതോടെ ഗവർണറും നിലപാട് ഘടിപ്പിച്ചിരുന്നു. ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി പരിസ്ഥിതി ദിനം ആചരിച്ച രാജ്ഭവൻ സ്വന്തം നിലയിൽ ചിത്രങ്ങൾ പ്രചരിപ്പിച്ചു. പിന്നീട് രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ കൃഷിമന്ത്രിയെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു. വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉടനുണ്ടാകുമെന്നാണ് വിവരം. 24 തിരുവനന്തപുരം.